ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇന്ന് പാലസ്തീൻ ഐക്യദാർഢ്യ ദിനം. മാനവീയത എന്ന മഹത്തായ ആശയം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്നാണ് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ അനുഗ്രഹാശസ്സുകളോടുകൂടി ഇസ്രായേലിലെ ഭരണകൂടം പാലസ്തീൻ നടത്തുന്ന ആക്രമണവും അധിനിവേശവും. അവിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ നിരാലംബരായ പാലസ്തീൻ ജനത കൂട്ടക്കൊലയ്ക്ക് ഇരയാകുകയാണ്. ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യത്വഹീനമായ വംശഗതികളിലൊന്നാണ് വർത്തമാനകാലം സാക്ഷ്യം വഹിക്കുന്നത്. ഇതിന് തടയിടേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തേ തീരും. അതിനായി ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ മനുഷ്യസ്നേഹമുള്ള ഐക്യം അനിവാര്യമാണ്. പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. നീതിക്കും മാനവികതയ്ക്കും വേണ്ടി കൈകോർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്ക് അഭിവാദികൾ. പാലസ്തീനിലേക്കുള്ള ദൂരത്തൊന്നും അല്ലാതെ ഇന്ത്യയോട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിൽ നടക്കുന്ന പീഡനങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഈ നാളെ വരെ എവിടെയെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടായി ഞാൻ കണ്ടു. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ വിരമിക്കുന്നത് നല്ലതാണ്. ഇസ്രായേലിനോ പാലസ്തീനോ ഒപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയ സമയമുള്ളവരല്ല. എങ്കിൽ പോലും ഈ ലോകത്ത് വംശഹത്യ നടക്കുന്ന അല്ലെങ്കിൽ പീഡനങ്ങൾ നടക്കുന്ന യുദ്ധങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ യുദ്ധഭൂമിയിൽ ജോലി ഒലിപ്പിച്ച് നിൽക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ഉള്ളിൽ പോരുന്നവരല്ല ഞങ്ങളാരും. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ ആ ചോരയിൽ പോലും വർഗീയത ബുദ്ധി വെച്ചുകൊണ്ട് ആ ചോരയിൽ പോലും ഈ നാട്ടിലെ ന്യൂനപക്ഷ പീഡനം എന്നുള്ള ഒറ്റ ആയുധം ആയി എടുത്തുകൊണ്ട് ഈ നാട്ടില് വീണ്ടും പാലസ്തീനിൽ നടക്കുന്ന യുദ്ധത്തിൽ പോലും കേരളത്തിൽ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും നടക്കുന്ന ഈ ശ്രമങ്ങളെ ഇനി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞേ മതിയാവൂ. ഇസ്രായേലിനെ ന്യായീകരിക്കണമെന്ന് ഞങ്ങളില്ല. പക്ഷേ പാലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം, ഇപ്പോൾ ഉണ്ടായ വിഷയം എവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇസ്രായേലിയരായ 1400ഓളം ആളുകളെ ഇസ്രായേൽ പൗരന്മാരെ ഒറ്റ രാത്രി കെട്ടിഞ്ഞൊരുക്കി വെടിവെച്ച് കൊന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ കൊന്നപ്പോ ഈ മുഖ്യമന്ത്രിയുടെ സഹതാപം എവിടെയായിരുന്നു? അന്നും ഈ ഫേസ്ബുക്ക് മുഖ്യമന്ത്രി കണ്ടല്ലോ. സ്ത്രീകളും കുട്ടികളും വൈശാഖികമായി ഒറ്റ രാത്രിയിൽ കൊല്ലപ്പെടുകയും അടിമകളാക്കപ്പെടുകയും ചെയ്ത ആ രാത്രിയെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വിരമിച്ചില്ല? ആഴ്ചയിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഇവിടെ എന്തുകൊണ്ട് മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നില്ല? ആ മനുഷ്യനെ പോലും വർഗീയപരമായി തിരിച്ചു ചിന്തിക്കാൻ, വിഭജനത്തിലൂടെ ഇവിടെ തോട്ട് ജനിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു വർഗം. അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം ഇതാണ്. പണ്ട് ആധുനിക ലോകത്തിന്റെ ഏറ്റവും മനുഷ്യകീയ വംശത്തിലുള്ളതാണ്. ഇതിന് തടയിടേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന് തടയിടാനാണ് പിണറായി വിജയൻ പോകുന്നത്. പണ്ട് ഞാൻ നമ്മുടെയൊക്കെ ചെറുപ്രായത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന സമയത്ത്, അന്ന് ഇറാഖ് അധിനിവേശം നടക്കുന്ന സമയത്ത് ശ്രീ വി എസ് അച്യുതാനന്ദൻ, ഞാനിവിടെ ബഹുമാനിക്കുന്ന മനുഷ്യൻ, വി എസ് അച്യുതാനന്ദൻ സെക്രട്ടറിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, മിസ്റ്റർ ബുഷ്, ഇത് ഞങ്ങളുടെ അന്ത്യശാസനമാണ്. നിങ്ങൾ ഇറാഖിന് നേരെയുള്ള അധിനിവേശം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കിടക്കും. ഞാൻ അതിലേക്ക് കഴിയും. എനിക്കറിയില്ല, ഞാൻ കണ്ടപ്പോൾ ഏറ്റവും വലിയ നേതാവ് വി എസ് അച്യുതാനന്ദനായതുകൊണ്ട് ഇദ്ദേഹം സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നിന്ന് ബുഷിനെ പേടിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് എന്റെ വിശ്വാസം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് നെതന്യാഹു ഇന്ന് ഉറങ്ങിക്കാണും. ഇന്ന് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയില്ല. പിണറായി വിജയന്റെ ഭീഷണി വന്നിരിക്കുക. ഞാൻ ഇതൊന്നുമല്ല പറയുന്നത്. ഈ പ്രീണനം ഈ നാടിനെ ഇല്ലാതാക്കുവാൻ, ഈ നാടിനെ വർഗീയതയിലേക്ക് തള്ളിവിടുവാൻ, ഈ നാടിനെ വർഗീയപരമായി ചെയ്തിരിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും നടത്തുന്ന ശ്രമങ്ങൾ. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഭയങ്കര കോലാഹലമാണ് കേരള സംസ്ഥാനത്ത്. BJPയുടെ പരാജയത്തെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നവരൊന്നും ചിന്തിച്ചാൽ മതി. ഇന്ന് ആഘോഷിക്കുന്നവർ നാളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയും, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഞാൻ പാലക്കാട് പ്രചരണത്തിന് പോയ വ്യക്തിയാണ്.
പാലക്കാട് പ്രചരണത്തിൽ ഒരൊറ്റ മുദ്രാവാക്യം ഉണ്ടായിരുന്നുള്ളൂ, BJP പരാജയപ്പെടുത്തണം. BJP പരാജയപ്പെടണം. എന്താണ് BJP പരാജയപ്പെട്ടില്ലെങ്കിൽ ഇവിടത്തെ പാലക്കാട്ടെ മുസ്ലിം സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഒറ്റ പോയതുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിച്ചുകൊണ്ടത്, 10 വർഷമായി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. ഈ 10 വർഷക്കാലത്തിനിടയിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വർഗങ്ങളെ പീഡിപ്പിക്കുന്ന ഭീകരനായി നിങ്ങൾ ചിത്രീകരിച്ച നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരു മുസ്ലിം സഹോദരൻ വർഗീയതയുടെ പേരിൽ ഈ രാജ്യത്ത് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ ഒരു പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ നടപ്പിലാക്കിയപ്പോ ഈ നാട് മുഴുവൻ നിങ്ങൾ കിടന്ന് ഉറഞ്ഞു തുള്ളിയില്ലേ? ഞാനും തുള്ളി കൊടുക്കുന്നത്, ഞാനും ആ കൂട്ടത്തിൽ തുള്ളിയാണ്. തിരിച്ചറിഞ്ഞില്ല. ഞാനും വിശ്വസിച്ചു പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ വരുമ്പോ ഈ രാജ്യത്തെ ഇസ്ലാം സഹോദരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങൾക്കെതിരെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഭീകര നിയമമായി നമ്മൾ അതിനെ ചിത്രീകരിച്ചു. ആ നിയമം വന്നില്ലേ? ആ നിയമം വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ? ഈ നാട്ടിലെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ 135 കോടി ജനമുള്ള ഈ രാജ്യത്തു നിന്നും ഒരു ഇസ്ലാം സഹോദരനെ ഈ നിയമത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി പൗരത്വ ഭേദഗതി നിയമം വഴി അംഗത്വം ലഭിച്ച പൗരത്വം ലഭിച്ചത് ഒരു മുസ്ലിം സഹോദരനാണ്. ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഭീകരത സൃഷ്ടിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ അഖണ്ഡതയെ ഈ രാജ്യത്തെ ശ്രേണിക്കാത്ത ഒരു വർഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്താ SDP ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആളുകള് UDF പ്രകടനം നടക്കുന്നതിന് മുമ്പ് പാലക്കാട് പ്രകടനം നടത്തി. ഞാന് വളരെ അഭിമാനത്തോടുകൂടി പറയട്ടെ, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഞങ്ങൾ അഭിമാനത്തോടുകൂടി ഏറ്റുവാങ്ങുന്നു. അഭിമാനത്തോടുകൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് പറയട്ടെ, അടുത്ത 1.5 വർഷക്കാലത്തിനിടയിൽ കേരള സംസ്ഥാനത്ത് പാലക്കാട് നിങ്ങൾ നടപ്പിലാക്കിയ രാഷ്ട്രീയം എന്താണെന്ന് കേരള ജനതയെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അടുത്ത 1.5 വർഷക്കാലത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്തിരിക്കും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ ഈ രാജ്യം വലിയ അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. വഖഫ് ഭേദഗതി നിയമം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിലേക്ക് വന്നപ്പോ അതിനെ ഭീകരമായി ചിത്രീകരിച്ച അതേ വർഗം, അതേ ആളുകൾ തന്നെ ഇത് വലിയ ഒരു ഭീകര നിയമമാണ്, ഇവിടുത്തെ ഇസ്ലാം സമൂഹത്തിൽപ്പെടുന്ന ആളുകളുടെ ഭൂമി പിടിച്ചെടുക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന നിയമമാണെന്ന് പ്രചരണം കൊടുത്തു തുടങ്ങിയപ്പോ മുനമ്പം എന്നൊരു കൊച്ചു ദേശം, ആകെപ്പാടെ 1.5 വാർഡുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ മുനമ്പം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. മുനമ്പം ആദ്യത്തെ സമരം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആദ്യം അവിടെ നാട്ടുകാർ നടത്തിയൊരു സമരം എറണാകുളം മഞ്ചി സ്ക്വയറിൽ നടന്നപ്പോ അവിടുത്തെ MP-യും അവിടുത്തെ MLA-യും ഒക്കെ ആ യോഗത്തിൽ പങ്കെടുത്തു. ഞാൻ ആ യോഗത്തിൽ ചെന്നപ്പോ എന്നെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ സമരം എവിടെയും എത്തിക്കാൻ പോകുന്നില്ല. ഈ വിഷയം ഒരു പ്രാദേശിക വിഷയമാണ്. ഈ വിഷയത്തെയും വഖഫ് ഭേദഗതി നിയമത്തെയും കൂട്ടിക്കെട്ടാൻ നിങ്ങൾ ശ്രമിക്കേണ്ട, അത് നടക്കില്ല. എന്നാൽ ഇന്ന് എന്നെ ശ്രമിക്കുന്ന ഏത് കുഞ്ഞു കൊച്ചിനോട് ചോദിച്ചാലും മുനമ്പം എന്നൊരു നാടുണ്ട് എന്നും വഖഫ് ഭീകരതയുടെ പേരിൽ ദുരിതമനുഭവിക്കുന്ന ഒരു ജനതയുണ്ട് എന്നും ഇന്ന് കേരളക്കരയാകെ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഇന്ന് മുനമ്പം അറിയപ്പെടുന്നു. എന്തിന്റെ പേരിലാണ്? നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയെ നിങ്ങൾ ഭീകരമായി ചിത്രീകരിച്ചുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ മുനമ്പം എന്ന ഒരൊറ്റ നാടുകൊണ്ട് ഈ രാജ്യത്ത് തിരുത്തപ്പെടേണ്ട നിയമമാണ് വഖഫ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ചെറിയ ജനസമൂഹം കേരളക്കരയുടെ മുമ്പിൽ ദൃക്സാക്ഷിയായി നിൽക്കുകയാണ്. അനുഭവമൊന്നും പ്രകടിപ്പിക്കേണ്ട. ഇന്ന് പാലസ്തീൻ ബന്ധം പ്രഖ്യാപിച്ചോടെയാണ് കേരള നിയമസഭയിൽ മുനമ്പം സമരം ആരംഭിച്ചതിന് ശേഷം ഞാൻ ആദ്യമായി മുനമ്പത്തിൽ ചെല്ലുന്നത് സെപ്റ്റംബർ 25-ാം തീയതി. മുനമ്പം സമരം ആരംഭിച്ചു. അവരെ പള്ളി മുറ്റത്ത്
കുടിൽ കെട്ടി സമരം ആരംഭിച്ചു. അതിനുശേഷം മഞ്ചേഷ് ഒരു സമരം നടത്തി. അതിനുശേഷം ഒക്ടോബർ 14-ാം തീയതി കഴിഞ്ഞ മാസം കേരള നിയമസഭയുടെ സമ്മേളനത്തിൽ പെട്ടെന്നൊരു പ്രമേയം, സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കടന്നുകയറ്റം നടത്തുവാൻ ഭരണകൂട ഭീകരത എന്ന നിലയിൽ വഖഫ് ഭേദഗതി നിയമത്തെ ചിത്രീകരിച്ചുകൊണ്ട് അതിലൊരു സെന്റൻസ് വായിക്കാൻ നല്ല രസമാണ്. വഖഫ് തത്വങ്ങൾക്ക് നിരക്കാത്ത, വഖഫ് തത്വം എന്നൊരു തത്വമില്ല, തത്വം എന്നുള്ളൂ ശരീഅത്ത് തത്വമാണ്, ശരീഅത്ത് നിയമമാണ്. ശരീഅത്ത് നിയമത്തിന് വിരുദ്ധമായി ഒരു നിയമനിർമ്മാണം ഇവിടെ നടക്കുന്നു. അതിനെ കേരള നിയമസഭ ഐക്യകണ്ഠേന അതിനെതിരെ പ്രമേയം പാസാക്കുന്നു. നമ്മുടെ വോട്ട് മേടിച്ച് പോയ 140 പേരും നമ്മുടെ വോട്ട് മേടിച്ച് പോയ 140 പേരും ഒരു മണിയും കൂടാതെ ആ പ്രമേയത്തെ അനുകൂലിച്ചു. മറ്റാരും വിട്ടാല് 610 കുടുംബങ്ങൾ, അതിനകത്ത് 400ഓളം വ്യക്തിയും കഴിച്ചവരുണ്ട്. അത് ക്രിസ്ത്യാനികൾ മാത്രം പ്രശ്നമല്ല, അവിടെ 200ഓളം വീണ സഹോദരങ്ങളുണ്ട്, കുടുംബശ്രീ വിഭാഗത്തിൽപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. ഇവരെ ഒന്നും തിരിഞ്ഞു പോയി നോക്കാതെ, എന്തിന് ആ നിയമം ഒന്ന് തുറന്നു നോക്കാതെ ഇവരെ ഇവിടുന്ന് നിയമസഭയിലേക്ക് അയക്കുന്നത്. നിയമസഭ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം നിയമനിർമ്മാണ സഭ എന്നാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയമത്തെ ആ നിയമം ഒന്ന് തുറന്നു നോക്കി അതിനകത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പഠിച്ചിട്ട് അതിന്റെ ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ അതിന് ഇന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് പറയാതെ ആ നിയമം അപ്പാടെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കി. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ കുഞ്ഞു മഹല്ല് കമ്മിറ്റികൾ, വഖഫ് ഭേദഗതി നിയമത്തിൽ മഹല്ല് കമ്മിറ്റികൾ കൊടുക്കേണ്ട വാർഷിക പരസ്യം കുറയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഈ മഹല്ലുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നല്ല കാര്യമാണ്. കാരണം അവർക്ക് വർഷാവർഷം ഈ തുക കൊടുക്കാൻ അവർ വലിയ കഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അതുപോലും വായിച്ചു നോക്കാതെ ഈ നിയമത്തെ അപ്പാണ് ഈ നിയമം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് നിയമം പാസ്സാക്കി. ഈ നിയമത്തില് മറ്റൊന്നും പറയുന്നില്ല. സെക്ഷൻ 40 വഖഫ് ആക്ട് 95 അതിന്റെ 2013 ഭേദഗതിക്ക് ശേഷം സെക്ഷൻ 40 ഈ ഒരൊറ്റ സെക്ഷന് മാത്രം വഖഫ് ബോർഡിന് അവരുടെ വസ്തുവാണ് എന്ന് വിശ്വസിക്കാൻ തക്കതായ കാരണങ്ങളുള്ള ഒരു ഭൂമി അത് വഖഫിൻ്റെതായി മാറും. ഞാനും നിങ്ങളും അനുഭവിച്ചു പോരുന്ന എന്റെ അപ്പനും അപ്പന്റെ അപ്പനും ആ വസ്തുവിൽ കിടന്ന് ജീവിച്ചു മരിച്ച ഭൂമി 100 വർഷം മുമ്പോ 150 വർഷം മുമ്പോ അന്നുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയോ അന്ന് നമ്മുടെ കയ്യിൽ മുമ്പ് വസ്തു മേടിച്ച ഏതെങ്കിലും വ്യക്തിയോ ഇത് വഖഫ് ചെയ്തിരുന്നു എന്ന് ആരെങ്കിലും പറയുകയും അതിന് 2 സാക്ഷികൾ ഉണ്ടാവുകയും ചെയ്താൽ ആ വസ്തു വഖഫ് ബോർഡ് പേരിൽ കൂട്ടും. പിന്നെ അതല്ല എന്ന് സ്ഥാപിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്കാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പോകേണ്ടത് വഖഫ് ട്രിബ്യൂണലിലാണ്. ഒരു ഇന്ത്യൻ പൗരനായ എനിക്ക് മതപുരോഹിതൻ ഉൾപ്പെടെ ഇരിക്കുന്നിടത്ത് പോയി ഇത് എന്റെ വസ്തുവാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇത് മുഗൾ സാമ്രാജ്യമല്ല, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യമാണ്. ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നാഴികയ്ക്ക് 40 വട്ടം ഇന്നലെ പാർലമെന്റിൽ എത്തിയപ്പോഴും സത്യപ്രതിജ്ഞ ചെയ്യാൻ നേരത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിനവ പ്രിയദർശിനി എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധി ഇന്നലെയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ചാണ്. നിങ്ങൾ ഇന്നലെ ഉയർത്തിപ്പിടിച്ച ഭരണഘടനയ്ക്ക് പുല്ലുവരെ നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അവിടെ ആ ഭരണഘടനയ്ക്ക് മുകളിൽ ഇന്ത്യ മഹാരാജ്യത്തെ ആ ഭരണഘടനയ്ക്ക് മുകളിൽ ലോകത്തേത് നിയമം ആരുണ്ടാക്കി വെച്ചാലും അത് ഇവിടുത്തെ ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഇസ്ലാമാണെങ്കിലും ആ നിയമത്തിന് മുകളിൽ നിയമമുണ്ടായാൽ
ആ നിയമത്തെ അംഗീകരിക്കാൻ ഈ മഹാരാജ്യത്തിന് കഴിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സുപ്രീം കോടതിയുടെ പരിഗണന അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിലൂടെ കേരള സംസ്ഥാനത്ത് ഗവൺമെന്റ് ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് മൂന്നാം ലിംഗം ട്രാൻസ്ജെൻഡേഴ്സ്. ഞങ്ങളുടെ 10 കൽപ്പന പ്രകാരം ഞങ്ങൾക്ക് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാരെങ്കിലും ഇത് ഇപ്പൊ ഉള്ള ഈ മൂന്നാം മൃഗം വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളാരും സമരം ചെയ്യുന്നത്. ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങളെ അനുസരിക്കുവാൻ ആ രാജ്യത്തെ പൗരന്മാർ ബാധ്യസ്ഥരാണ്. നമ്മുടെ വിശ്വാസങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രതികരിക്കണം. ഞാൻ എപ്പോഴാണ് പ്രതികരിക്കുന്നത്? ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. ഒരിക്കലും ഞാൻ മുടക്കാറില്ല. എന്റെ വിശ്വാസങ്ങൾ ഞായറാഴ്ച മാത്രം പോകാറുള്ളൂ, എല്ലാ ദിവസവും പോകാൻ പറയുന്നത്. പക്ഷെ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകുമ്പോ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീ പള്ളിയിൽ പോകേണ്ട എന്ന് പറഞ്ഞാൽ അതെന്റെ വിശ്വാസങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്. അവിടെ ഞാൻ പ്രതിരോധിക്കണം, ഞാൻ എതിർക്കണം. 5 നേരം നിസ്കരിക്കുന്ന അന്തസ്സുള്ള ഇസ്ലാം സഹോദരങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരോട് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല, ഈ പള്ളി പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരും ഒരു സംശയം വേണം, പ്രതികരിക്കണം. അതുവരെ ഈ രാജ്യത്തെ പോലെ മതസ്വാതന്ത്ര്യമുള്ള ഒരു നാട് ലോകത്തെവിടെയെങ്കിലുമുണ്ട്. നിങ്ങൾ പറയണം. നരേന്ദ്രമോദിയെ എതിർക്കുന്ന, ഇവിടുത്തെ RSSനെ എതിർക്കുന്ന നിങ്ങൾ പറയണം. ചുറ്റുമുള്ള കുറെ രാജ്യങ്ങളുണ്ടോ ഇസ്ലാമിക രാജ്യങ്ങളെന്ന് പച്ചയ്ക്ക് പേരുമുത്തിയ രാജ്യങ്ങൾ. നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ പോലെ ഇന്ന് ഇസ്ലാം സഹോദരങ്ങൾ സുരക്ഷിതമായി ജീവിക്കുന്ന മറ്റൊരു രാജ്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇവിടെ ഭയങ്കര പീഡനമാണ്. ഇവിടെ ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ, മറ്റിതര വിഭാഗങ്ങൾ വിട്ടോ മുസ്ലിം സഹോദരങ്ങൾ സമാധാനമായി കഴിയുന്നുണ്ടോ? ഇവിടെ നമ്മൾ സമാധാനമായിട്ട് കഴിയുന്ന കണ്ടിമാർക്ക് സഹിക്കുന്നില്ല. അതിന് സുഖമാണ്. ഒരു കാര്യം തീർത്ത് പറഞ്ഞുകൊള്ളാം. എത്ര പ്രീണനം നടത്തിയാലും പ്രിയ കോൺഗ്രസുകാരാ, എത്ര പ്രീണനം നടത്താനും പ്രിയ കമ്മ്യൂണിസ്റ്റുകാരാ, ഈ രാജ്യം നരേന്ദ്രമോദിയുടെ കൈകളിൽ സുഭദ്രമാണ്. ഈ രാജ്യം നരേന്ദ്രമോദിയുടെ കൈകളിൽ ഭദ്രമാണ്. ഈ ഒരു രാജ്യവിരുദ്ധ ശക്തികളെയും ഈ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ അനുവദിക്കില്ല. അതിന് ഏത് നിയമനിർമ്മാണത്തിലൂടെയും ഭാരതീയ ജനതാ പാർട്ടിയും അതിനുപരി നരേന്ദ്രമോദിയും ഈ രാജ്യത്തോട് ആ വിഷയങ്ങളിൽ കടപ്പെട്ടിട്ടുണ്ട്. ഇനി മുൻപത്തെ വിഷയം മാത്രം പറയാം. 1902 തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കയ്യിൽ നിന്നും കച്ചിൽ നിന്നും വന്ന സിദ്ദിഖ് സേഠിന് 404 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകി. കൃഷിക്ക് വേണ്ടിയാണ് കൊടുത്തത്. ആ 404 ഏക്കർ ഭൂമി പലത് കൈവരുന്നത് സിദ്ദിഖ് സേഠിന്റെ മകളുടെ ഭർത്താവ് ശ്രീ സത്താർ സേഠ് 1948 പേരിക്കൂട്ടുന്നു. പേരിക്കൂട്ടിയ ചരിത്രം ഇപ്പോഴും ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ആധികാരികതയും ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. 1948 പേരിക്കൂട്ടിയ വസ്തു 1950 ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വഖഫ് ഫീ കൊടുക്കുന്നു. ആ വഖഫ് ഫീ, ആ ഗിഫ്റ്റ് ഡീൽ പ്രത്യേകമായി പറഞ്ഞു, ഞാൻ ഈ വഖഫ് ഫീ കൊടുക്കുന്ന ഭൂമി ഫാറൂഖ് കോളേജ് ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഈ വസ്തു തിരിച്ച് എന്റെ പിന്മുറക്കാരിൽ വന്നു ചേരും. വഖഫ് ആക്ട് പ്രകാരം, വഖഫ് ആക്ട് വന്നത് 54-ലാണ്, ഈ ഡീഡ് നടക്കുന്നത് 50-ലാണ്. വഖഫ് ആക്ട് പ്രകാരം തന്നെ ഒരിക്കൽ വഖഫ് ഫീ കൊടുത്ത ഭൂമി, വൺസ് വഖഫ് ഈസ് ഓൾവേസ് വഖഫ്. അങ്ങനെ വഖഫ് ഫീ കൊടുത്ത ഭൂമി ഒരു കാരണവശാലും തിരികെ വരുന്ന ഒരു കണ്ടീഷൻ വഖഫ് ഡീഡിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ 1950 ഇതിൽ കൊടുത്ത ഈ ഡീഡ് പൂർണ്ണമായും ഫാറൂഖ് കോളേജിന്റെ പേരിൽ നിക്ഷിപ്തമാണ്. 1902 തിരുവിതാംകൂർ രാജകുടുംബം ഈ വസ്തു കൃഷിക്ക് കൊടുക്കുമ്പോൾ പോലും അവിടുത്തെ കുടിയാന്മാർ അവിടെയുണ്ട്, മത്സ്യ തൊഴിലാളികൾ അവിടെയുണ്ട്. 1948 പേരിൽ കൂട്ടുമ്പോഴും ഈ വസ്തു, ഈ കുടിയാന്മാർ അവിടെയുണ്ട്. 1950 ഈ വസ്തു ഗിഫ്റ്റ് ഡീഡായി ഫാറൂഖ് കോളേജ് കൊടുക്കുമ്പോഴും അവരവിടെയുണ്ട്. 61 ഫാറൂഖ് കോളേജ് തോന്നി
ഇവരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കണം. അങ്ങനെ 61 മുതൽ കുടിയൊഴിപ്പിക്കൽ കേസ് നടന്നു. 15-20 വർഷക്കാലം ആ കേസ് നീണ്ടുപോയി. അവസാനം ഫാറൂഖ് കോളേജിന് മനസ്സിലായി അവിടെ നിന്നുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ എളുപ്പമല്ല. അത് ഇത്രയും വലിയ സമൂഹമാണ് അവിടെ ഉള്ളത്. ഇതിന്റെ ഏറെക്കുറെ 10,000 പേര് അന്നും ഉണ്ടാവും. ഇത്ര കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ ഫാറൂഖ് കോളേജ് 87-ൽ അവരുടെ ബോർഡ് കൂടി തീരുമാനമെടുത്തു, ഈ വസ്തു ഇവർക്ക് വിൽക്കുക. 100 രൂപ വിലയുണ്ടായിരുന്ന വസ്തു 250 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 32,50,000 രൂപ അന്നത്തെ സാഹചര്യത്തിൽ അതിന് വിലയായി ഫാറൂഖ് കോളേജ് ലഭിക്കുകയും ഫാറൂഖ് കോളേജ് ആ പണം കോഴിക്കോട് അവർക്ക് കൃത്യമായി ആ സ്ഥാപനത്തിൽ ഫാറൂഖ് കോളേജിന്റെ കീഴിലുള്ള പുതിയ കോളേജിൽ നിർമ്മിക്കായി ആ പണം ഉപയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം ഏറെക്കുറെ 10-30 വർഷത്തോളം യാതൊരു പ്രശ്നവുമില്ലാതെ ഈ വസ്തു മുമ്പോട്ട് പോയി. 2007-ൽ പോപ്പുലർ ഫ്രണ്ട് പ്രതിയായ PF അംഗമായ നാസർ മലക്കൽ എന്ന് പറയുന്ന ഒരു PFI അംഗം ഈ വസ്തുവിന് ഇത് വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി സർക്കാരിന് സമർപ്പിക്കും. പിറ്റേ ദിവസം ചന്ദ്രിക പത്രത്തിൽ ഇത് സംബന്ധിച്ചൊരു ലേഖനം വരുന്നു. അതിൽ 2 ദിവസത്തിന് ശേഷം സംസ്ഥാന സർക്കാർ, അന്നത്തെ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് നിസാർ കമ്മീഷനെ ഇതിന്റെ കമ്മീഷനായി നിയമിക്കുന്നതിന് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്ന വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് പഠിക്കുവാനായി ഒരു കമ്മീഷൻ നിയമിച്ചു. ആ കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ അന്യാധീനപ്പെട്ടു പോയ വഖഫ് സ്വത്തുക്കളുടെ ലിസ്റ്റിൽ ഈ വസ്തു ഉൾപ്പെട്ട് വരുന്നു. അവിടെയാണ് രണ്ടാമത് ഈ പ്രശ്നത്തിന് തുടക്കം. എന്നാൽ ഈ വിഷയത്തെ തൊടാൻ അന്നത്തെ ഗവൺമെന്റ് കുറച്ച് പേടിച്ചു. പക്ഷേ ഈ വഖഫ് സംരക്ഷണ സമിതി അംഗങ്ങളായ ഈ നിസാർ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചില്ല. അവരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഉത്തരവ് വന്നു. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വഖഫ് ബോർഡിനെ ചുമതലപ്പെടുത്തി. അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു നോട്ടീസ് പോലും നൽകാതെ 2019-ൽ വഖഫ് ബോർഡ് ഇത് പേരിൽ കൂട്ടി. അതിനുശേഷം ഇവര് കരമടയ്ക്കാൻ ചെന്നപ്പോഴാണ് ഇവർ മനസ്സിലായത് കരമടയ്ക്കാൻ പറ്റില്ല, പ്രൊസസ്സിലില്ല, ഇത് ഞങ്ങളുടെ വസ്തുവല്ല. ചെറിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളായി. അവിടുത്തെ MLA ആയ CPMന്റെ പ്രതിനിധി ഈ വിഷയത്തിൽ അതിനായി ചർച്ച നടത്തി 2022-ൽ ഇവർക്ക് കരമടയ്ക്കാൻ ഒരു അനുവാദം മേടിച്ചു കൊടുത്തു. അത് അവരെ കളിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. കരമട എന്ന് മേടിച്ചു. പക്ഷേ ആ കരത്തിന്റെ കീഴെ ബ്രാക്കറ്റിൽ ഇംഗ്ലീഷ് എഴുതി അൺഓതറൈസ്ഡ് പ്രോപ്പർട്ടി ബിലോങ് ടു വഖഫ് എന്ന ബ്രാക്കറ്റിൽ എഴുതിയാണ് കൊടുത്തത്. അപ്പൊ അതിനൊക്കെ ചോദിച്ചപ്പോൾ അവരെ പറഞ്ഞത് നികുതി നഷ്ടം വരാതിരിക്കുന്ന പാവപ്പെട്ടവരെ മേടിച്ചു. അവരേത് പൈസ മേടിച്ചു, സർക്കാരിന് നികുതി നഷ്ടം വരാതിരിക്കാൻ എന്നാണ് പറഞ്ഞത്. ഇന്ന് കോംപ്രമൈസുമായി ഈ വിഷയം കത്തിക്കയറി. ഈ വിഷയം കേരളം മുഴുവൻ ചർച്ചയായി, ഇന്ത്യ ഒട്ടുക്ക് ചർച്ചയായപ്പോ മുസ്ലിം ലീഗ് ഇതിന് കോംപ്രമൈസുമായിട്ട് വന്നു. ഞങ്ങൾ ഒരിക്കലും വഖഫ് ഭൂമിയെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഈ വസ്തുവിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്നില്ല. എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഷോൺ ജോർജിന് എടുത്തേക്കാൻ നമുക്ക് അന്റെ ചർച്ച നടത്തി പരിഹാരം പറഞ്ഞു. ഞങ്ങൾ വിഡ്രോ ചെയ്യാം, ഞങ്ങൾ ഈ വിഷയം വിഡ്രോ ചെയ്യാണ്. എന്താ ഉദ്ദേശം? വഖഫ് ഭേദഗതി നിയമം വരുമ്പോ അവിടെ പാർലമെന്റിൽ കിടന്ന് ഉറഞ്ഞു തുള്ളേണ്ടത് ഇവിടുന്ന് പോകുന്ന 18 പേരാണ്. 18 അല്ല, 19. ഒരു കൈ മാത്രമേ അനുകൂലമായി പൊക്കാനുള്ളൂ. ബാക്കി 19 കൈകളും ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ MPമാർ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളും. പക്ഷേ ഇത് വിവാദമായ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് ജയിച്ചുപോയ ജനപ്രതിനിധികൾക്ക് ഒന്ന് കാര്യം ഇറക്കും. അത് കൃത്യമായി കാണാൻ തുടങ്ങി. എനിക്ക് അന്ന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ സമയം ദീർഘിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം, ഞാൻ ലോക്സഭാ സ്പീക്കറെ കാണാൻ പോയ പ്രതിനിധി സംഘത്തിൽ നിങ്ങൾ ആ ഫോട്ടോ കണ്ടോന്ന് അറിയില്ല, ഒരൊറ്റ മലയാളി MP ഇല്ല. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ മലയാളി MP ഇല്ല. സാധാരണ ഇതിനു വേണ്ടി ഉറഞ്ഞു തുള്ളുന്നവരാ. ഒരൊറ്റ മലയാളി MP അവിടെ പോയില്ല. എന്താണ്? അപ്പോൾ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു പ്രാദേശികമായി മുനമ്പം വിഷയത്തെ പ്രാദേശികമായി അവസാനിപ്പിച്ച്
ഏത് വിധേനയും പാർലമെന്റിലെ നിയമം വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരെയും ഗവൺമെന്റിനെതിരായി പാർലമെന്റിൽ അണിനിർത്തുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടുകൂടി മുസ്ലിം ലീഗ് നടത്തിയ ശ്രമം. പക്ഷേ 2022 സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഇത് വക്കം ഭൂമിയാണെന്നും അവിടുത്തെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നും ഒരു സെന്റ് പോലും അവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ പ്രസംഗിക്കുന്ന വീഡിയോ രേഖകളിലായിരുന്നു. ആ വീഡിയോ പുറത്തു വന്നപ്പോൾ പിന്നെ മുസ്ലിം ലീഗിനെ കാണാനില്ല, മുസ്ലിം ലീഗിനൊന്നും പറയാനില്ല. ഇപ്പോ മതേതരത്വമില്ല, ഇപ്പൊ ഈ ഭൂമി തിരിച്ചുപിടിക്കുമെന്നുള്ള നിലപാട്. ഒരു കാര്യം തീർത്ത് പറഞ്ഞുകൊള്ളാം, ഇന്ത്യ മഹാരാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം കാലം ആ മുനമ്പത്തിന്റെ ഭൂമിയിൽ നിന്നും ഒരു കുഞ്ഞിനെ പോലും ഇവരാരും കുടിയൊഴിപ്പിക്കില്ല. അതിനുള്ള തന്റെ ഇടം ഇവർക്കാർക്ക് ഉണ്ടായിട്ടുമില്ല, ഇനി അവർക്ക് ഉണ്ടാവുകയില്ല. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ശേഷം നിരവധി ധാരാളം നേതാക്കളുടെ പ്രസംഗിക്കാൻ. ഇത് ഈ രാജ്യത്തിന്റെ തന്നെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ചൂണ്ടുമലകയായി നിൽക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പദസൗഹാർദ്ദം തകർക്കാനും അതിനുപരി വളഞ്ഞ വഴിയിലൂടെ ഈ രാജ്യത്തെ പിടിച്ചടക്കുവാനും 1995-ലും 2013-ലും കോൺഗ്രസ് സർക്കാർ ചില വ്യക്തികൾക്കും ചില സംഘടനകൾക്കും ചില സമുദായങ്ങൾക്കും ചെയ്തു കൊടുത്ത നിയമങ്ങൾ, അവർക്ക് അനുകൂലമായി അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ചില നിയമങ്ങൾ ഇവിടെ തിരുത്തി എഴുതിയില്ലെങ്കിൽ ഈ രാജ്യം വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്ന് ഇവിടുത്തെ സമൂഹം മനസ്സിലാക്കണം. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ള തിരിച്ചറിവിലേക്ക് കേരള ജനത കപട മതേതരത്വത്തിന് മുഖം നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് അനുമതേതരത്വം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂനപക്ഷത്തെ കൂടെ നിർത്തുവാൻ വേണ്ടി എന്ത് വൃത്തികേടുകൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലും കൂട്ടുനിൽക്കുന്ന ഈ മുന്നണികൾക്കെതിരെ ജനം ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ അന്ന് എല്ലാം കൈവിട്ടു പോയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. ഇത് ഇനി നമുക്ക് സമയമില്ല, ഇനി നമ്മൾ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കും. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് കപട മതേതരത്വമായി അൽമതേതരത്വമായി രംഗത്ത് വരുന്നവരോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് എന്തേ ഒരു പക്ഷത്തോട് മാത്രം ഈ മതേതരത്വം, ഒരു പക്ഷത്തോട് മാത്രം എന്തേ നിങ്ങൾക്ക് ഈ സ്നേഹം? വഖഫ് ഭേദഗതി നിയമത്തിന് എന്ത് തെറ്റ്? ആ നിയമം ഭേദഗതി ചെയ്യേണ്ടതല്ലേ? നിങ്ങളെ വരുന്ന ഓരോ കോൺഗ്രസുകാരനോടും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനോടും നിങ്ങൾ ചോദിക്കണം, ഈ നിയമം ഭേദഗതി നിയമം ചെയ്യുന്നതിൽ എന്താണ് സഹോദര തെറ്റ്? ഒരു സംസ്ഥാനത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമം നിന്നാൽ അത് തിരുത്തപ്പെടേണ്ടതല്ലേ എന്ന് ഓരോരുത്തരും ഇനി ഇവരോട്, നമ്മൾ ജനപ്രതിനിധികളോട്, നമ്മളെ സമീപിക്കുന്ന രാഷ്ട്രീയ നേതാക്കളോട് നമ്മൾ ചോദിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി നിങ്ങൾക്കറിയാം, ഇന്ന് ഈ സമരത്തിന്റെ ഈ പരിപാടിയുടെ ലക്ഷ്യം തന്നെ ജാഗ്രത സദസ്സ. ഈ സമൂഹത്തിലുണ്ടാകുന്നിട്ടുള്ള ഈ സമൂഹത്തിൽ വന്ന് ചേരാൻ ഇടയുണ്ടാകുന്ന വിപത്തുകളെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ഇത് സംഘടിപ്പിച്ച മുഴുവൻ സംഘാടകർക്കും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ തർക്കം കേൾക്കാൻ വഖഫ് ബോർഡിലാണ് പോകേണ്ടത്. വഖഫ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ ആ തർക്കം വഖഫ് കൗൺസിലേക്ക് വിടും. വഖഫ് കൗൺസിൽ തീരുമാനമെടുത്താൽ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വഖഫ് ട്രൈബ്യൂണലിലേക്ക് പോകും. അങ്ങനെ വഖഫ് ട്രൈബ്യൂണൽ പോയി കഴിഞ്ഞാൽ തീരുമാനം അവിടെ വഖഫ് ട്രൈബ്യൂണൽ എടുക്കുന്നതാണ് അന്തിമമായ തീരുമാനം. നിങ്ങൾക്കറിയാം, ഭരണഘടന എന്ന് പറഞ്ഞ് ഇവിടെ കിടന്നു വലിയ ബഹളമാണ്. 2 ദിവസം 26-ാം തീയതി ഭരണഘടന നിലവിൽ വന്നതിൻ്റെ വാർഷികമായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ പ്രസിഡന്റ് പ്രസംഗിച്ചു. അതുപോലെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഹാജരായിരുന്നു. അങ്ങനെ ഭരണഘടനാ പ്രകാരം ശിക്ഷിച്ച സുപ്രീം കോടതിക്കും ജുഡീഷ്യറിക്കും പോലും ഈ വഖഫ് നിയമത്തിൽ ഇടപെടാൻ പറ്റില്ലാത്ത സ്ഥിതിയിൽ നമ്മൾ ആരെ സമീപിക്കും എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങളുടെ വസ്തുവിനെ സംബന്ധിച്ച്
നിങ്ങൾ താമസിക്കുന്ന വീടിനെ സംബന്ധിച്ച് ഒരു തർക്കം വഖഫ് ബോർഡ് ഉന്നയിച്ചാൽ ആ വഖഫ് ബോർഡിനുള്ള തർക്കം അന്തിമമായ തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണലാണ്. അതിന്റെ മേലിൽ സുപ്രീം കോടതിക്കോ ഹൈക്കോടതികൾക്കോ മറ്റു ജുഡീഷ്യറികൾക്കോ സ്ഥാനമില്ലാത്തിടത്തോളം കാലം ഇത് അന്തിമമായ തീരുമാനമെടുക്കുന്ന വഖഫ് ട്രൈബ്യൂണലാണ്. പിന്നെ ഭരണഘടനയ്ക്ക് എന്തോ വിലയാ. ഭരണഘടനാ ദിനം ആചരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ പറയും ഭരണഘടന ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ഞങ്ങളല്ല, കോൺഗ്രസ് അല്ല ഭരണഘടന ഉണ്ടാക്കിയത്. ഭരണഘടനാ സമിതി കൂടി ആ ഭരണഘടനാ സമിതിയിൽ വ്യാപകമായ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഭരണഘടനയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചത്.